ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമ്മളെ നാട്ടിൽ റോഡ്, സ്കൂള്, ഹെൽത്ത് എല്ലാ ഡിപ്പാർട്ട്മെന്റും വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ ചില മേഖലകളൊന്നും നമ്മുടെ ഭരണാധികാരികൾ കാണുന്നില്ല എന്നുള്ളതാണ്. കാരണം ഞാൻ ഡെയിലി യാത്ര ചെയ്യുന്ന റോഡാണ് കളമശ്ശേരി ടു വെള്ളത്തോൾ കാക്കനാട് റോഡ്. ഈ കളമശ്ശേരി ടു വെള്ളത്തോൾ റോഡിൽ ഒരു ബൾബും ഇല്ല എന്നുള്ളതാണ്. രാത്രി കാലങ്ങളിൽ ഇരുട്ടടഞ്ഞ യാത്രയാണ് നമുക്ക് ആ ഭാഗത്തുണ്ടാവുക. കാരണം എന്താ വെച്ചാൽ രാത്രിയും പകലും ഇവിടെ നിറച്ച് നാക്കാലികളാണ് റോഡിന്റെ സൈഡിൽ. പല സമയത്തും ഈ നാക്കാലികൾ മീൻസ് പശുക്കളും കാളകളും ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഈ റോഡിൽ സ്വൈര്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുക. ഒരുപാട് അപകടങ്ങൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. കുറെ എണ്ണം ചത്തുപോയിട്ടുണ്ട്. വളരെ സങ്കടകരമായ കാര്യം. അവർക്ക് അറിയില്ലല്ലോ ഈ റോഡിലൂടെ വണ്ടി വരുമ്പോൾ അപകടമാവും, ഇത് ചത്തുപോകുമെന്നൊന്നും അവർക്ക് അറിയില്ല. അവർക്ക് പുല്ല് കാണുമ്പോൾ കഴിക്കണം. ഇത് എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും? എത്ര ആൾക്കാർ കണ്ടിട്ടുണ്ട്, എത്ര പ്രാവശ്യം ഇടിച്ചിട്ടുണ്ട്. ഒരു ദിവസം ഒരു ട്രാവലർ ഇടിച്ചിട്ട് 2 ഒരുമിച്ച് ചത്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇതേപോലെ ഞാൻ പല സമയത്ത് ഈ അപകടം കാണുമ്പോൾ വീഡിയോ എടുക്കണം വിചാരിക്കും. ജനപ്രതിനിധികൾ എന്താണ് ചെയ്യേണ്ടത്? ജനങ്ങളെ കാര്യങ്ങളും നാടിന്റെ കാര്യങ്ങളും നാട്ടിലെ പ്രശ്നങ്ങളും അത് സ്വതന്ത്രമായിട്ട് ഇടപെട്ട് കാര്യങ്ങൾ റിക്വസ്റ്റ് ചെയ്യേ അങ്ങനെയൊന്നും ഇല്ലാതെ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനത്തെ ജനപ്രതിനിധികളെ നിങ്ങൾ തിരഞ്ഞെടുക്കണം. കാരണം നോക്കിയാൽ ഈ സാധനങ്ങൾ റോട്ടിലൂടെ പല സമയങ്ങളിൽ നടക്കുമ്പോൾ അപകടമുണ്ട്. ഈ ഒരു അപകടം കണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. ഈ വീഡിയോന്റെ അവസാനം ഒരു പശു ചത്തത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. അപ്പം ജനപ്രതിനിധികൾ ഇടപെടുക, കാര്യങ്ങൾ റിക്വസ്റ്റോ നിവേദനമോ ഒന്നുമില്ലാതെ ഇങ്ങനത്തെ സംഗതികളൊക്കെ നേരിട്ട് കാണുമ്പോൾ ഏത് ഭാഗത്താണ് എന്താണ് ആവശ്യം എന്നുള്ളത്, കാടും പൊന്തയൊക്കെ ഉള്ള സ്ഥലത്ത് പ്രത്യേകിച്ചും മൃഗങ്ങളുണ്ടാവും. ഇതിനെ തുറന്നു വിടുന്നത് ആരാ എന്ന് അന്വേഷിക്കുക. ഇത് തുറന്നു വിട്ടാൽ അവരെ എങ്ങനെ സംരക്ഷിക്കുക, അവരെ എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഈ കോർപ്പറേഷനോ അല്ലെങ്കിൽ ഭരണാധികാരികളോ നോക്കേണ്ടതാണ് കേട്ടോ. ഒരുപാട് അപകടം ഇനിയും വരാൻ പോകുന്നുണ്ട്. ഇനിയും വലിയ അപകടങ്ങൾ വരാൻ പോകുന്നുണ്ട് ഇത് നിലനിന്ന് പോവാണെങ്കിൽ. ഇതേ നോക്കൂ, ഒരു പശു ചത്ത് കിടക്കുന്നത് പാവം. ഇതിന്റെ കുഞ്ഞു കുട്ടിയുണ്ട് തൊട്ടപ്പുറത്ത്, പശുവിന്റെ അടുത്തൂടെ ചുറ്റിപ്പറ്റി നടക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ. അപ്പൊ ദയവ് ചെയ്തിട്ട് ഇവിടുത്തെ ഭരണം, ഇവിടുത്തെ ആരാണ് കൈകാര്യം ചെയ്യുന്നത് വെച്ചാൽ ഈ ആൾക്കാരെ ശ്രദ്ധിക്കുക. ഇവിടെ ഇന്ന് ഡെയിലി ഉണ്ടാകുന്ന സംഭവമാണ്. അപകട സാധ്യതകളുണ്ട്. ഇവർ റോട്ടിൽ കിടക്കുന്നത് വരെ ഉണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. പീസ്.